കൃപയിനത്യന്തധനം ഈ മൺപാത്രത്തിൽ പകർന്ന കൃപയിനത്യന്തധനം ഈ മൺപാത്രത്തിൽ പകർന്ന ഇത്രമേൽ സ്നേഹിപ്പാനെന്തുള്ളൂ നാഥ, ഇത്രമേൽ കരുതുവാനേതുള്ളൂ. സുഭാഷിതം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. Now to him who is able to do exceedingly abundantly above all that we ask or think, according to the power that works in us. ഈ അധ്യായത്തിൽ എഫെസോസിലെ സഭയ്ക്കു വേണ്ടി പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ പ്രാർത്ഥനയാണ്. അവിടുത്തെ സഭയിൽ യഹൂദരും വിജാതീയരുമായ വിശ്വാസികൾ ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവിലും അനുഭവത്തിലും അവർ ഐക്യപ്പെടുകയും ആ സ്നേഹം പരസ്പരം ഉദാരമായി പങ്കിടുകയും ചെയ്യണമെന്നായിരുന്നു പൗലോസിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. പ്രാർത്ഥന അവസാനിപ്പിച്ച് താൻ പ്രഖ്യാപിക്കുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. പൗലോസ് ഏതെല്ലാം സഭകളിലായിരുന്നുവോ അവിടെയൊക്കെ ഉള്ള വിശ്വാസികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് തന്റെ ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും കൂട്ടുവിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയാണ് ഇത് ഊന്നി പറയുന്നത്. ഈ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായും മഹത്വം കൊടുക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ നാം പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്. ചിലതൊക്കെ നാം പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ആഗ്രഹങ്ങളായി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. അതുപോലും ദൈവം അറിഞ്ഞ് നമുക്ക് അളക്കുവാൻ കഴിയുന്നതിലധികമായി നമുക്ക് വേണ്ടി ചെയ്യുവാൻ ശക്തിയുള്ള ദൈവമാണ് നമുക്കുള്ളത്. ദൈവത്തിന്റെ പരമാധികാരത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവത്തിന്റെ ശക്തി അതിന്മേൽ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മിലും വ്യാപരിക്കുമ്പോൾ ദൈവം സർവശക്തിമാനായി പ്രവർത്തിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ചെയ്യുന്ന ഓരോ പരമാധികാരവും ശക്തവുമായ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ പരമാധികാരവും ശക്തവും മഹത്വവുമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിരിക്കണമെന്ന് പൗലോസ് ഈ വാക്യത്തിൽ കൂടെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവം മഹത്വപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ തലമുറയായി ദൈവത്തിന് മഹത്വമായിരിക്കും. സകലവും ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ദൂതൻ മറിയയോട് സംസാരിക്കുമ്പോൾ മറിയയ്ക്കൊരു സംശയം തോന്നി, ഇത് എങ്ങനെ സംഭവിക്കും? അവിടെ ദൂതൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തിനായി സംഭവിക്കും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്നതായിരിക്കുവാൻ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടുത്തെ പരമാധികാരവും സർവശക്തിയും ദൈവത്തിന്റെ മഹത്വവും അവിടെ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ട് നാം ദൈവത്തോട് ചോദിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ വൈമുഖ്യം കാണിക്കേണ്ടതില്ല. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു. അവിടുത്തെ വിവേകത്തിന് അന്തമില്ല. നമ്മിലൂടെയും പ്രവർത്തിക്കാനുള്ള ദൈവത്തിന്റെ കഴിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അത് സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കണം. ദൈവത്തിന്റെ പരമാധികാരവും ശക്തിയും മഹത്വവും വെളിപ്പെടുത്തേണ്ടത് നാം ഓരോരുത്തരിലും കൂടെയാകുന്നു. ദൈവനാമ മഹത്വത്തിനായി പ്രാർത്ഥിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. കരുണയുള്ള പിതാവേ,
അവിടുന്ന് ഞങ്ങളിൽ മഹത്വമെടുക്കുന്നതിനനുസൃതമായി ചോദിക്കുവാനും നനയ്ക്കുവാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഏഴയ്ക്കായി കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന രക്ഷകനേ, ഏഴയ്ക്കായി കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന രക്ഷകനേ, ഇത്രമേൽ സ്നേഹിപ്പാനെന്തുള്ളൂ നാഥ, ഇത്രമേൽ കരുതുവാനേതുള്ളൂ.